അതെ. മോഹന്, ഇന്നലെ രാത്രി നീ വരാൻ വൈകിയോ? ഞങ്ങളൊരു സെക്കൻഡ് ഷോയ്ക്ക് വരുന്നു. ശൈലജയ്ക്ക് ഒഴിവാണല്ലോ. കട തുറക്കാൻ വൈകിയോ? ഇല്ല, കുഴപ്പമില്ല. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഞാനും നീയും തമ്മിൽ എന്താണ് ബന്ധം? പറയൂ. എന്താ ഏട്ടാ? ചോദിച്ചതിന് മറുപടി പറ മോഹന. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചേട്ടൻ അറിഞ്ഞൂടെ? എനിക്കറിയാം, നന്നായിട്ട് അറിയാം. നീ അത് മറന്നോ എന്ന് എനിക്കറിയില്ലല്ലോ. മറക്കാനോ? ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? കഴിഞ്ഞ കാലേ അച്ഛൻ ജീവിച്ചിരുന്നപ്പോഴും നിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഞാനാ. നിന്റെ പഠിത്തം, നിന്റെ ഓരോരോ ആവശ്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. കണക്കിൽ മോശമായിരുന്ന നിന്നെ തല്ലി തല്ലി ഞാൻ കണക്ക് പഠിപ്പിച്ചതും അങ്ങനെ നീ 10ാം ക്ലാസ് പാസ്സായതും ഇല്ലേ? ഓർമ്മയില്ലേ? എന്താ ചേട്ടൻ ഇപ്പൊ ഇത് പറയാൻ? നീ വലുതായപ്പോ ഒരു ചേട്ടനായിട്ടല്ല, ഒരു സുഹൃത്തായിട്ടേ ഞാൻ പെരുമാറിയിട്ടുള്ളൂ. അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? നീയും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ശൈലജയുമായിട്ടുള്ള നിന്റെ ലവ് അഫെയർ പോലും നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടില്ലേ? അല്ല, ഞാൻ ചേട്ടനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞ പാസ്റ്റ് ടെൻസാ, ഭൂതകാലം. എന്താ അപ്പൊ അങ്ങനെ എല്ലാം ചേട്ടന് തോന്നുന്നുണ്ടോ? അത് പോട്ടെ. പക്ഷെ എന്തും എന്നോട് തുറന്നു ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ടല്ലോ. ചേട്ടാ, ഇത്ര വലിയ മുഖവരിയൊന്നും വേണ്ട. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മതി. നീ ഒരു അന്യനായിരുന്നെങ്കിൽ ഈ മുഖവരെ ഞാൻ ഒഴിവാക്കിയേനെ, പ്രതിവിധിയും ചെയ്തേനെ. അറിയാൻ വേണ്ടി ചോദിക്കുക, എന്റെ ഭാര്യയെ ഗുണദോഷിക്കാൻ ഞാൻ നിന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? അതിന് ഞാനിവിടെ ഇല്ലേ? അതാണല്ലേ കാര്യം. ഞാനേ എന്റെ മോള് ആ VCR-ലൊന്ന് തൊട്ടപ്പോ ശൈലജ അവളെ വഴക്ക് പറഞ്ഞു. കാഞ്ചനെ അവളെ ശാസിച്ചത് വലിയൊരു മഹാസംഭവമായി നിന്റെ അടുത്ത് വന്നവൾ പരാതി പറഞ്ഞു. അത് കേട്ട ഉടനെ കാഞ്ചനയുടെ മേക്കിട്ടുകാരൻ ആരാടാ നിനക്ക് അധികാരം തന്നത്? അങ്ങനെ വളച്ചൊടിച്ചിരിക്കുകയാണല്ലേ? രക്ഷയില്ല. കല്യാണ മന്ത്രത്തിന്റെ പോക്ക് ഈ വിധത്തിലാണെങ്കിൽ ഒരു രക്ഷയില്ല. തലയണ മന്ത്രം? അങ്ങനെയുള്ള മന്ത്രം കേട്ട് ചാടി പുറപ്പെടുന്ന പാവയാണോ ഞാൻ? നീ ഒരുത്തിയെ പ്രേമിച്ച് കെട്ടിയെന്ന് കരുതി വലിയ ആളായിപ്പോയെന്ന വിചാരം? എന്താ നിനക്ക് പറയാ? ചേട്ടാ, ഞാൻ ആരുടെയും അറിയാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇങ്ങനെ നാളെ വല്ല ഹൃദ്രോഗം വന്ന് ഞാൻ മരിച്ചുപോയാൽ എന്റെ ഭാര്യയും മോളെയും നീയും നിന്റെ ഭാര്യയും കൂടെ കടിച്ചു കയറുമല്ലടാ. ആ സ്ത്രീനെ വിളിക്ക്, എന്നിട്ട് ചോദിക്ക് ഞാൻ അവരോട് മെക്കിട്ട് കയറിയൊന്ന്. സ്ത്രീയോ? എടാ, ചേട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞ അമ്മയുടെ സ്ഥാനാ. നിന്റെ അമ്മയെ നീ സ്ത്രീ എന്ന് വിളിക്കോ? അവരെന്തൊക്കെയാണ് ചേട്ടൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് എനിക്കറിയില്ലമ്മേ. നിന്റെ ഭാര്യയെ നീ മര്യാദ പഠിപ്പിക്കണം. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും ചേട്ടൻ തലേ കയറില്ല. അവര് കുത്തിവെച്ച വിഷം കയറി ചേട്ടന്റെ തല വരുത്തുപോയി. സൂക്ഷിച്ച് സംസാരിക്കണം. നീ കെട്ടിയ പിന്നെ ഈ വീട്ടിൽ വിഷം കയറിയത്. പറഞ്ഞത് എന്റെ ഭാര്യയെ നിങ്ങൾ ബഹുമാനിക്കണ്ട. എന്താ എന്റെ ഈശ്വര ഇത്? എന്റെ മോളെ നിങ്ങൾ സ്നേഹിക്കണ്ട, പക്ഷെ ദ്രോഹിക്കരുത്. എന്റെ ഭാര്യ ഉണ്ടല്ലോ, നീ ഇപ്പൊ സ്ത്രീയൊന്നും വിഷമൊന്നും വിളിച്ചില്ലേ? മോഹന, അവള് നിന്റെ എച്ചിൽ പാത്രം കഴിയവളാ, നിന്റെ അടിവസ്ത്രം വരെ അലക്കിയവളാ. എന്താടാ പറഞ്ഞത്? ചെറ്റത്തരം എന്ന് വെച്ചാൽ അതെടാ, ഞാൻ ചെറ്റയാ. വിടല്ലേ? എന്റെ ഭാര്യക്ക് മൂക്ക് ഈ വീട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയണം. അമ്മേ, വിടാൻ എന്നെ എന്ത് ചെയ്യുന്നു കാണാലോ. എന്നെ വിടാൻ രണ്ടെണ്ണത്തിനെ പിടിച്ച് ചങ്ങലക്കിട വേണ്ടത്. എടാ, നിന്നെ പേടിച്ച് ജീവിക്കേണ്ട സ്ഥിതി വന്ന ഞങ്ങൾ ആത്മഹത്യ ചെയ്യണം. അതാ നല്ലത്. പോയി ചെയ്തോ. എന്റെ ദൈവമേ, എന്താ ഇത്? ഇന്നുവരെ മുഖം കറുത്ത് അന്യോന്യം സംസാരിച്ചിട്ടില്ലാത്ത എന്റെ മക്കള് തമ്മില്. ശരിയാ, ആദ്യമായിട്ടാ. കാരണം എന്താന്ന് അങ്ങോട്ട് ചോദിച്ചു നോക്ക്.